അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച മുതലുള്ള ഒരു വ്ളോഗാണ്. ഉച്ച മുതൽ വൈകുന്നേരം വരേക്കുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചായമൻസ് എത്രത്തോളം വലുതായിട്ടുണ്ട് നോക്കിയേ. നാളെ ഇനി ആരെങ്കിലും വരുമ്പോൾ അത് കംപ്ലീറ്റ് വെട്ടിയെടുത്ത് തരാൻ പറയണം. എന്നെക്കൊണ്ട് പറ്റുന്നില്ല കേട്ടോ അത് വെട്ടിയെടുക്കാനും, കാരണം അത്രയും ഹൈറ്റിൽ പോയി അത്. അങ്ങനെ ഇതാ നമ്മൾ ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തുണികളൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. വാഷ് ചെയ്ത തുണികളൊക്കെ നിറയെ ഉണ്ട് കേട്ടോ എടുക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുവച്ചു. പിന്നെ നമുക്ക് തുണികൾ ഉണങ്ങാനിടാനും ഉണ്ടായിരുന്നു. നമ്മുടെ സ്ഥിരം പരിപാടി തന്നെയാണ് കേട്ടോ. പിന്നെ ആ ഒരു ഭാഗത്ത് നിറയെ തേങ്ങയും ചകിരിയും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇനി ആൾ വന്നാലേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ അവിടേക്ക് കൈ വയ്ക്കാനും ഒക്കെ. ഈ നമ്മുടെ കമ്പിളിപ്പുഴ ഉണ്ടോ എന്നുള്ളൊരു ടെൻഷൻ കാരണം ഞാൻ ആ ഭാഗത്തേക്കൊന്നും നോക്കാറേ ഇല്ല കേട്ടോ. അതൊക്കെ ഇനി അവർ വന്ന് ശരിയാക്കി തന്നാൽ പിന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അങ്ങനെ പോവാം, അത്ര തന്നെ. പൊതുവേ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടി ഇതാക്കി വെച്ചതിൽ പോയി എന്തെങ്കിലും ചെയ്യാനൊക്കെ ഭയങ്കര പേടി തന്നെയാണ്. പിന്നെ നമുക്കിതാ വീണ്ടും 2 കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. ഒരു കുമ്പളങ്ങ കംപ്ലീറ്റ് പൊട്ടിപ്പോയിട്ടോ, ഭയങ്കര വിഷമം തോന്നി അതിൽ. അങ്ങനെ ഇതാ ഇന്ന് ഫിഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മാന്തളായിരുന്നു, നല്ല വലുതായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ വാലും തലയൊക്കെ എടുത്തിട്ട് ഒരു കറി വയ്ക്കാം, തേങ്ങ കരച്ചിട്ടുള്ള കറി വയ്ക്കാം, ബാക്കിയുള്ള ഭാഗമൊക്കെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുട്ടികൾക്ക് പൊരിച്ചതാണ് കൂടുതലിഷ്ടം. മീൻ കറിയും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മീൻ കറിയത്തെ കഷ്ണത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ണം ഇട്ടിട്ട് അങ്ങനെ വെച്ചാൽ ധാരാളം മതിയാവും കേട്ടോ. എനിക്കും കറിയിലത്തെ കഷ്ണങ്ങൾ അത്ര ഇഷ്ടമല്ല. പിന്നെ മുളക് ഇട്ടതാണെങ്കിൽ എനിക്കിഷ്ടമാണ്. തേങ്ങ അരച്ച കറിയത്തെ കഷ്ണങ്ങൾ വലിയ ഇതിൽ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എല്ലാം മുറിച്ചിട്ട് ഒന്ന് ക്ലീനാക്കി കൊണ്ടുവന്ന ശേഷം കല്ലുപ്പിട്ടിട്ട് ഞാനൊന്ന് കഴുകിയെടുക്കും കേട്ടോ. ഉമ്മ പറഞ്ഞു തന്നൊരു കാര്യമാണത്. സാധാരണ ഉമ്മയാണല്ലോ ഇതെല്ലാം ചെയ്യാറ്. അപ്പോൾ വയ്യാത്തതുകൊണ്ട് ഇപ്പം ഞാൻ ചെയ്യണമെന്ന് മാത്രം കേട്ടോ. പിന്നെ നമുക്ക് നന്നാക്കിയിട്ടാണ് കിട്ടണത്, അതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല. അപ്പോൾ കല്ലുപ്പിട്ട് കഴുകിയിട്ട് വിനീഗർ ഒഴിച്ചിട്ട് അവിടെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ കൗച്ചിയൊക്കെ പോകും കേട്ടോ. ഇങ്ങനെയാണ് ഇവിടെ ചെയ്യാറ്. നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണ് ചെയ്യാറുള്ളത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതാ നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇങ്ങനത്തെയൊക്കെ നന്നാക്കി എടുക്കണം കേട്ടോ. അത്യാവശ്യം ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ് ഞാൻ വെക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ചെറിയുള്ളി ചെറുതായതുകൊണ്ട് എനിക്ക് നന്നാക്കി മടുത്തു എന്ന് തന്നെ പറയാം കേട്ടോ. ഇങ്ങനെ ചെറുതാവുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, വെള്ളത്തിലിട്ടിട്ടാണ് നന്നാക്കി എടുക്കാറ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തൊലി കിട്ടും അതിൻ്റെ. അങ്ങനെ ഇതാ ചോറ് വയ്ക്കാൻ വേണ്ടി അരി ഇട്ടു കുക്കറിൽ. നമ്മൾ കഴുകിയെടുത്തു. ഒരു വിസിൽ മതി. നമ്മുടെ ഇപ്പോഴത്തെ പൊന്നി അരി കേട്ടോ. എന്നോട് ആരോ റേഷൻ അരിയാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല ഇത് പൊന്നി അരിയാണ്. നമ്മൾ റേഷൻ പുഴുങ്ങലരി വാങ്ങിക്കാറില്ല. എല്ലാവരും പറഞ്ഞു ഇഡ്ഡലിക്ക് അടിപൊളിയാണ് ആട്ടിയിട്ട് എടുത്താൽ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അതും ശരിയാകുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കറി ഉണ്ടാക്കാൻ വേണ്ടി മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മീനിന് മസാല റെഡിയാക്കാൻ വേണ്ടി മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ വിനീഗറും അതേപോലെ വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ ഈ ഒരു മസാലയിലോട്ട് എടുക്കുന്നത്. നമ്മുടെ ബേസിക് മസാലയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യും ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് ചേർത്ത് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ മീൻ കഷ്ണങ്ങളും ഇട്ട് നന്നായിട്ടൊന്ന് മസാല തിരുമ്മി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര പെട്ടെന്ന് തന്നെ മസാല പിടിക്കും ഈ ഒരു മസാലയിൽ. വിനീഗറൊക്കെ അല്ലേ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പിടിക്കും കേട്ടോ. കഷ്ണം മീനിലൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്. അങ്ങനെ അത് മാറ്റി വെച്ചു. കറി വയ്ക്കാനുള്ള മൺചട്ടി വെച്ചു. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉലുവ, ജീരകം, പിന്നെ ഇതാ നമ്മൾ നന്നാക്കി വെച്ച തക്കാളിയും പച്ചമുളകും ചെറിയുള്ളിയും, പിന്നെ ഞാൻ ഒരു വലിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉള്ളി പോരാനിട്ട് കേട്ടോ. അത്യാവശ്യം നിറയെ ഉള്ളി ഇടും ഞാൻ. അപ്പുറത്ത് നമ്മൾ വൻപയർ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൻപയർ അല്ലേ, ഉപ്പിട്ടിട്ട് കേട്ടോ.
പിന്നെ മസാല ആകുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, തേങ്ങ പോയി പൊളിച്ചിട്ട് വന്നു. ഇന്ന് മോന് തേങ്ങ പൊളിച്ച് തരാൻ മറന്നുപോയി, ഇല്ലെങ്കിൽ അവനെ എനിക്ക് പൊളിച്ച് തരും. ഒരു തേങ്ങ ഉണ്ട് ഉള്ളിൽ, പിന്നെ ഒരു തേങ്ങയും കൂടി നമുക്ക് വേണം, ഉപ്പേരിക്കൊക്കെ തേങ്ങ വേണമല്ലോ. പിന്നെ ഞാൻ കറി 2 ദിവസത്തിന് ചേർത്ത് വെക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നടക്കുമെന്നറിയില്ല. അത്രയും വലിയ ചട്ടി വെച്ചപ്പോൾ അത് നിറച്ച് കറി എന്നൊന്നും വിചാരിക്കേണ്ട, കാരണം നമ്മുടെ മൺചട്ടികളൊക്കെ ബിസിയാണ്, കറി വയ്ക്കുന്ന ചട്ടിയൊക്കെ ബിസി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ ചട്ടി എടുത്തത് കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ആയ പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂണും സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മുടെ സാധാരണ പുളിയില്ലേ അതങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുത്തിട്ട് ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പുറത്ത് നമ്മൾ ഉപ്പേരി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഈ പാത്രം എന്നോട് ഒരുപാട് പേര് ഓൺലൈനിൽ നിന്നാണോ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തതാണ്, 4 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു കടുക് വറുക്കുന്ന ഒരു പാത്രം കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഒരു വ്ളോഗിൽ അത് കാണിച്ചിട്ടും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ആയപ്പോൾ ഞാൻ അതിലോട്ട് മീനും കൊട്ടിക്കൊടുത്തു. ഇനി അടച്ചു വയ്ക്കാം. മീനിട്ടിട്ട് പതുക്കെ ഇളക്കണം. ഞാനിത് ഭയങ്കര സ്പീഡാക്കിയത് കൊണ്ട് സ്പീഡ് പോലെ നിങ്ങൾക്ക് തോന്നുകയാണ് കേട്ടോ. ഉപ്പേരിൻ്റെ പയറ് വെന്തപ്പം അപ്പുറത്ത് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള എണ്ണയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് തേങ്ങയൊക്കെ അരച്ച് നമ്മുടെ കറിയിൽ ചേർത്തി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് അടച്ചു വയ്ക്കുന്നുണ്ട്. ചെറിയൊരു തിള വന്നാൽ നമുക്കിത് ഓഫാക്കി വെക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, നമ്മുടെ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതാ ഞാൻ ഓരോ മീനായിട്ട് അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ ചട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലത്തെ ഒരു ഫ്രൈങ് പാൻ ഉണ്ട്, പിന്നെ നേരത്തെ കണ്ട ഒരു ചട്ടി, പിന്നെ ദോശക്കല്ല്, പിന്നെ ചായപാത്രം, പിന്നെ ഒരു കടുക് വറുക്കുന്ന പാത്രം കേട്ടോ. 2000 സംതിങ് റുപ്പീസേ ഉള്ളൂ. എനിക്ക് വർത്തായിട്ട് തോന്നി, പക്ഷെ ഭയങ്കര വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. ഫ്ലിപ്കാർട്ടിലാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ അതിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ കറിയായി, ഫ്രൈയും ആവാനായി. ഇപ്പുറത്ത് ഉപ്പേരിക്ക് മസാല ഒന്ന് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട്. വലിയുള്ളി ആണ് ഞാൻ ഇന്ന് എടുത്തത് കേട്ടോ, എനിക്ക് ചെറിയ ഉള്ളി നന്നാക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. ഓക്കെ, പച്ചമുളകും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയ ശേഷം നമുക്ക് ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ വേവിച്ച് നമ്മുടെ പയറും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി സിമ്പിൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ വേഗം വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി കളയണം, പിന്നെ അടിച്ചു വാരണം, ഇങ്ങനത്തെ പരിപാടികളൊക്കെ. അടിച്ചു വാരില്ല, തുടയ്ക്കണം കേട്ടോ, അങ്ങനത്തെയൊക്കെ പരിപാടികളുണ്ട്. അപ്പോൾ ഞാനിതാ വേസ്റ്റൊക്കെ ഒന്ന് കൊണ്ട് കളഞ്ഞു. അതിനുശേഷം പാത്രം കഴുകാൻ വേണ്ടി പോയിട്ടോ. ഇന്നലെ പിന്നെ എന്നോട് ആരോ നെറ്റ് നന്നായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് ഇടയ്ക്കൊരു കംഫേർട്ട് ഉണ്ടാവുമല്ലോ, നെറ്റ് ഇടണം എന്നുള്ളൊരു തോന്നൽ വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഞാൻ ഇടുന്നതാണ് കേട്ടോ നെറ്റ്. പിന്നെ നമ്മുടെ മുള്ളു സ്പൂൺ ഇഷ്ടപ്പെട്ടു, ഇത്ര മുള്ളു തന്നെയാണ് എഴുതിയിരിക്കുന്നത്. മുള്ളു സ്പൂൺ എനിക്കിഷ്ടമായി. ഞാൻ ഇനി വ്ളോഗിൽ അങ്ങനെ കാണും പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് ഓർമ്മയില്ല കേട്ടോ പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ എന്തായാലും ആ മുള്ളു സ്പൂൺ എനിക്ക് ഇത്തയച്ചു തന്നതാണ്. ഒരു സെറ്റ് ഫുള്ളുണ്ട്, സാധാരണ സ്പൂണുണ്ട്, കത്തിയുണ്ട്, അങ്ങനെ എല്ലാം കൂടെ ഉള്ള ഒരു സെറ്റാണ്. നല്ല രസമാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെന്താണ്, മോരുകറി. നമ്മുടെ ഇന്നലത്തെ മോരുകറി കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ഈസി അല്ലേ അത് ഉണ്ടാക്കാൻ. ഇങ്ങനെ ഈസി റെസിപ്പികളൊക്കെ ഇങ്ങോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരും കേട്ടോ. ഞാൻ ഇടയ്ക്ക് മടി വരുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാമല്ലോ. അങ്ങനെ കുട്ടികൾ പള്ളിയിലൊക്കെ പോയി വന്ന ശേഷമാണ് കേട്ടോ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അവരെല്ലാം കൊണ്ടുവന്ന് നിരത്തി വെച്ചു. ഇന്നിപ്പോൾ എന്താണ് ഞാൻ ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടല്ലോ, ഫിഷ് ഫ്രൈ, ഫിഷ് കറി, ഉപ്പേരി, പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ഉപ്പേരി ബാക്കി ഉണ്ടായിരുന്നു, പിന്നെ തൈര്, പപ്പടം, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അച്ചാറ് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ അച്ചാറ് കഴിച്ചുകൊണ്ടേയിരിക്കും. നിർത്തി കഴിഞ്ഞാൽ ഒരൊറ്റ നിർത്തില്ല. പക്ഷെ ഇപ്പം എന്താ ഒരു പ്രശ്നം പറഞ്ഞാൽ, ചോറിനോട് വലിയ താല്പര്യമില്ല 2-3 ദിവസമായിട്ട് കേട്ടോ. ആരോ എന്നോട് സോറി എന്ന് അയച്ചിട്ടുണ്ട്, പഠിച്ചോനെ എന്തിനാന്നാവോ. ഷാജി സുകുമാരെന്നോ, എനിക്ക് കറക്റ്റ് ഐഡി കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഒരുപാട് നാട്ടിൽ പേരക്ക എന്നാണല്ലേ നമ്മുടെ അടക്കാപ്പഴത്തിന് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അടക്കാപ്പഴം എന്നും പറയും,
പിന്നെ ഈ പറഞ്ഞ പോലെ കൊയ്യാക്ക എന്നുള്ളത് ഈ പാലക്കാട് ഈ ഭാഗത്താണ് കേട്ടോ പറയുന്നത് കേട്ടേക്കുന്നത്. അങ്ങനെ ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചും കൂടെ തുണികൾ ഉണങ്ങാൻ ഇടാനുണ്ടായിരുന്നു. ഇപ്പോൾ 3 വാശമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ എനിക്ക് പല സമയങ്ങളിലും ഇങ്ങനെ ഈ ഒരു പരിപാടി ഉള്ളത് കൊണ്ട് തന്നെ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിതാ ഇപ്പോൾ 2ാമത്തെ വാശാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. 3ാമത്തെ വാശും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനി ഞാൻ വൈകുന്നേരം ഉള്ളൂ കേട്ടോ ഇടുക. അങ്ങനെ കുട്ടികൾ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പോയി കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം ഈവനിങ് വാതിലൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. 5 മണി കഴിഞ്ഞു കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി, എന്തെങ്കിലും ചെറുതായിട്ട് പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതങ്ങ് ശീലമായി പോയിട്ടോ. നമ്മൾ നടക്കുന്ന ആ ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അടിച്ചു വാരം, അല്ലാണ്ട് സെറ്റിയിട്ട് അടിയിലൊന്നും പോയി അടിച്ചു വാരില്ല. രാവിലെ നമ്മൾ അടിച്ചു വാരി അവിടെയൊക്കെ തുടക്കണതല്ലേ, അതുകൊണ്ട് അത്രയ്ക്ക് ഡീപ്പായിട്ടൊന്നും അടിച്ചു വരില്ല. അങ്ങനെ ഇതാ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ ശേഷം വെള്ളമൊന്നും ഓട്ടണം. ഈവനിങ് ഓട്ടിയിട്ടില്ലെങ്കിൽ അറിയാലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ തുണികൾ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഓർമ്മയോട് ഓടിക്കൂട്ടോ, വെള്ളം നിറയ്ക്കൂട്ടോ. ഓക്കെ, അല്ലെങ്കിൽ മറന്നു പോവും. ഞാൻ എപ്പോഴും മറന്നു പോവും. ബാക്കിലോട്ട് നമ്മൾ പോകുന്നില്ലെങ്കിൽ മറന്നു പോട്ടോ. അപ്പോൾ ഇന്ന് ഓർമ്മയോടെ മോട്ടർ ഓണാക്കിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഉണങ്ങിയ തുണികളിനൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ എടുത്ത തുണികൾ മടക്കിയിട്ടുമില്ല. നല്ല രസമല്ലേ, ഇതാ ഒക്കെ അവിടെ കൊണ്ടുപോയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ മടക്കി എടുക്കണം. എന്തായാലും ചായ കുടിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് നിൽക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഈവനിങ് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. കാരണം രാവിലെ തന്നെ ഞാൻ സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഫിഷ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രാത്രി ഇനി പിള്ളേർക്ക് വല്ല റോസ്റ്റോ ദോശയോ അല്ലെങ്കിൽ വല്ല ചോറോ അങ്ങനെ എന്തെങ്കിലും. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായിട്ടോ. ഒന്നാമത് ഞാൻ പൊടി തീർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് നന്നായി ക്ലീൻ ആക്കിയ ശേഷം നമുക്ക് റീഫിൽ ചെയ്യുമ്പോൾ അപ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ മെനക്കെടാത്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും ചായ റെഡിയായി. ചായക്ക് എല്ലാവർക്കും കൊടുത്ത ശേഷം എനിക്ക് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നതും ഇതൊക്കെ നമ്മുടെ വ്ളോഗിൽ ഇനി കുറച്ച് കമ്മിയാക്കാൻ പോവാണ്. ഏതെങ്കിലും ഒരു നേരം അങ്ങനെയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഞാൻ ഇനി കാണിക്കുന്നത്. എല്ലാം കൂടെ കാണിക്കണ്ട എന്ന് ഞാൻ തന്നെ വിചാരിച്ചു. പാരൻസിനാണെങ്കിലും ഉമ്മാനെയും ഉപ്പാനെയൊക്കെ ആണെങ്കിലും നമ്മൾ ആവശ്യത്തിന് മാത്രം അത്ര തന്നെയുള്ളൂ കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഈവനിങ് വീണ്ടും തുണികളൊക്കെ ഉണങ്ങാനിടാനുണ്ടായിരുന്നു. അപ്പോൾ വേഗം അതെല്ലാം കൊണ്ടുപോയി ഉണങ്ങാനിട്ടു. അപ്പുറത്ത് നായ നല്ല കുരയ്ക്കുന്നുണ്ട്, അതാണ് ഇങ്ങനെ നോക്കുന്നത്. നായി ടെൻഷനാണ് അതിനെ കാണുമ്പോൾ. പക്ഷെ ഇന്നലെ എൻ്റെ അടുത്ത് ആരോ ഒരാൾ അതിനെ കൊണ്ട് വിടേണ്ടിയിരുന്നില്ല, ജീവനല്ലേ എന്നൊക്കെ തോന്നി. നമുക്കും അറിയാം ജീവനാണെന്നുള്ളതൊക്കെ. പക്ഷെ നമുക്ക് ഒരുപാട് ലിമിറ്റ് ഉണ്ട് കേട്ടോ. നായ്ക്കളുമായിട്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങ് ഇതാവാൻ പാടില്ല. അതിനിപ്പോൾ ഞാൻ അത്രയും ഡീപ്പായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. പിന്നെ തുണികളൊക്കെ മടക്കി ഞാൻ രാവിലെ ഉണ്ടാക്കിയൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പരിപ്പ് എടുത്തിട്ടുണ്ട്. വാഷ് ചെയ്തെടുത്ത ശേഷം ഞാനിതാ ഫ്ലെയിമൊക്കെ ഓണാക്കിയിട്ട് ഒരു 2-3 വിസിലടുപ്പിച്ചെടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട വഴറ്റിയെടുക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം. ഇത് വെളുത്തുള്ളി, പച്ചമുളക്, വലിയുള്ളി, തക്കാളി. എന്നോട് കുറേ പേര് വെളുത്തുള്ളി സാമ്പാറിലേക്ക് യൂസ് ചെയ്യില്ല എന്ന് പറയുന്നു. പക്ഷെ ഞാൻ വറുത്തരച്ച സാമ്പാറിൽ വെളുത്തുള്ളി ഇടുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഓർമ്മയില്ല, ഞാൻ എന്തായാലും ഇടാറുണ്ട്. നമ്മുടെ പരിപ്പ് കുറച്ച് ഗ്യാസ് അല്ലേ, അപ്പോൾ ആ ഒരു ഗ്യാസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നത് കേട്ടോ. ചേർത്തിട്ടുണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ട്, ഒരു കുഴപ്പമില്ല. അങ്ങനെ എല്ലാം കൂടെ നന്നാക്കി എടുത്ത് മുറിച്ച് ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി മൺചട്ടി വെച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയ ശേഷം ഇതാ നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും കൊട്ടി കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിട്ടെടുക്കാം. ഞാനിവിടെ നിറപറയുടെ സാമ്പാർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. പ്രൊമോഷനല്ല കേട്ടോ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് അതിലോട്ട് 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് എരിവിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ പച്ചവെള്ളം ചേർത്ത് കൊടുത്ത ശേഷം, ചുടുവെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പച്ചവെള്ളം കേട്ടോ ചേർത്ത് കൊടുത്ത്. പിന്നെ പരിപ്പ് വേവിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുത്ത ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് പുളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതിൻ്റെ പകുതിയൊക്കെ മതിയാവും, ഒരുപാട് പുളി വേണ്ട കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. ഞാൻ മൺചട്ടിയിൽ കുറച്ച് ലൂസിലാണ് വെക്കാറ്, കാരണം
ചൂടാറുമ്പോൾ അത് കറക്റ്റായിട്ട് വരും കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി. ഇതിലോട്ട് ഞാൻ നല്ല ദോശയും ഒക്കെ ആട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല റോസ്റ്റ്, അതിലേക്ക് ചമ്മന്തി പൊടി ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ്, FB, ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.